ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നമുക്ക് കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നാടൻ പലഹാരങ്ങളും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കൊത്തു തേങ്ങയാണ് കേട്ടോ. ഞാൻ വളരെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതൊരു കപ്പോളം ഉണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നെയ്യിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് അതും കൂടെ നമ്മൾ ആ പലഹാരത്തിൽ ചേർത്ത് പലഹാരം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ തേങ്ങ കൊത്തൊക്കെ കടിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ നെയ്യിലിട്ട് വറുത്തെടുക്കുക. ഇനി അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേണ്ടുന്നത് ചെറുപഴമാണ്. 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള ചെറുപഴം തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ടോ ഉടച്ചെടുക്കാം. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനിയിപ്പോൾ 3 പഴത്തിന് പകരം 4 അല്ലെങ്കിൽ 5 പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും 3 എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് ഈ പഴമെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്തതായാലും വറുക്കാത്ത അരിപ്പൊടിയായാലും വറുത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല. ഏത് വേണേലും ഏതാണോ കയ്യിലുള്ളത് ആ അരിപ്പൊടി എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മളിനി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിക്കാം കേട്ടോ. നമ്മൾ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ശർക്കര പാനി ഉരുക്കിയതിന് ശേഷം അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ. അതിനെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോകാനും പറ്റില്ല മാവ്. അതുകൊണ്ട് നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ലതുപോലെ തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ്. കണ്ടില്ലേ മാവ് കറക്റ്റായിട്ട്. ഇനി കുറച്ചുകൂടെ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയിട്ടില്ല. ഇതിപ്പോൾ കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ പരുവത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കൈ കൊണ്ടുകൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ. ഇനി നമുക്കൊരു വാഴയിലയാണ് എടുക്കേണ്ടത്. വാഴയില എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുമ്പിള പോലെ നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് മാവ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മൂക്കാത്ത വാഴയിലയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടക്കുമ്പോൾ കിട്ടും. മാത്രമല്ല മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മോൾ ഭാഗം മടക്കുന്ന സമയത്ത് പെട്ടെന്ന് മടങ്ങി വരികയും ചെയ്യും. മൂത്ത വാഴയുടെ ഇല എടുക്കുന്ന സമയത്ത് അത് വേഗം പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂക്കാത്ത വാഴയില എടുത്താൽ പെട്ടെന്ന് നമുക്കത് മടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാ മാവും വാഴയിലയിൽ കുമ്പിള് പോലെ മാവ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാനിത് ഇഡ്ഡലി പാത്രത്തിലെ സ്റ്റീമറാണ് കേട്ടോ. ആ തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്
ഇതെല്ലാം ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ വാഴയിലയിൽ കുമ്പിളിലാക്കിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏതിൽ ആ മോൾ ഭാഗമൊക്കെ ഇലയെല്ലാം തുറന്ന് വന്നിട്ടുണ്ട്. അതെല്ലാം നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് ഇതേ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ആവിയും വരുന്നുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് വാഴയിലയിൽ നിന്ന് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ആ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതേ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ പേപ്പറിൽ നമ്മൾ കോൺ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ ആ രൂപത്തിലാണ്. നമുക്കിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അടയുടെ അട പോലെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വാഴയിലയിൽ അട പോലെ പരത്തിയിട്ട് എടുക്കുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് എള്ള് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.